അങ്ങനെ ദേ എൻ്റെ ഒരു വലിയ സ്വപ്നം സഫലമായിരിക്കുന്നു കേട്ടോ. സഫലമായി എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് പണികളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറേ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മുകളിൽ ഒരു ചെറിയ ഭാഗം ഡ്രസ്സൊക്കെ അടിച്ച് നമുക്കൊരു ചെറിയ റൂം സെറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. നടക്കില്ല എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താണെന്നറിയില്ല. ഇപ്പം ഭയങ്കര ഒരു ഉഷാറൊക്കെയാണ്. ഈശ്വര കണ്ണ് കിട്ടാതിരുന്നാൽ മതി. വേഗം നേരത്തെ ഭയങ്കരമായിട്ട് നേരത്തെ എണീറ്റ് വേഗം ഒരു 7:30 ആകുമ്പോഴേക്കും എൻ്റെ ഫുൾ പണികൾ കഴിയുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കഴിഞ്ഞിട്ട് കുറേ പണികളുണ്ട്. അപ്പോൾ ഈ അടുക്കള പണികളിൽ നിന്നിട്ട് നട്ടം ചുറ്റി തിരിയണ കാര്യം എനിക്ക് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ വക പണികളൊക്കെ വേഗം തീർത്തിട്ട് ഫ്രീ ആവാനായിട്ടുള്ള എൻ്റെ ഒരു പുതിയ തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാനിപ്പോൾ ചെറുതായിട്ട് മറ്റേ ചിയാ സീഡ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് നാരങ്ങ പിഴിഞ്ഞൊക്കെ കുടിക്കുന്നൊരു പരിപാടിയുണ്ട്. വണ്ണം കണ്ടില്ലേ, വെച്ച് വെച്ച് വരാണ്. വയറെന്നേക്കാളും മുന്നിലേക്ക് ഓടുന്നത്. അപ്പം എങ്ങനെയെങ്കിലും വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നുണ്ട്. ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. പറ്റുന്നില്ലെന്നേ, ഭയങ്കരമായിട്ട് ബോഡി ഭയങ്കര പെയിനൊക്കെയാണ്. അപ്പം അതുകൊണ്ട് എക്സസൈസുകൾ നടക്കുന്നില്ലേ, വല്ല എളുപ്പ വഴിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടുള്ള തെരച്ചിലൊക്കെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ തന്നെ വേഗം എണീക്കുമ്പോഴേ വേഗം പണികൾ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, ഒരു 7:30 ഏൽപ്പിക്കും, 7:30 അല്ല 7 മണിക്ക് ഏൽപ്പിക്കും എൻ്റെ അടിക്കലും തുടക്കലും കൂടെ കഴിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം കിട്ടും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ കുഞ്ഞ് നെറ്റിപ്പടത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ കണ്ണൻകുട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിലും ഒരുപാട് സമയമൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം പണികളൊക്കെ വേഗം തീരും. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇന്നും അതേട്ടാ മുകളിൽ കയറി ഒന്നിങ്ങനെ നോക്കും. ഇതൊക്കെയാണല്ലോ ഈശ്വര, ഇവിടേക്ക് വന്നിട്ടാണല്ലോ എൻ്റെ പണികളൊക്കെ തുടങ്ങേണ്ടത്. അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോഴേ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. കുറേ പറമ്പുകളാണ് ചുറ്റിനും. അങ്ങനെ കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്ത് പിള്ളേരെ എനിട്ടില്ല കേട്ടോ. പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. കണ്ട നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ എനിക്ക് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ കണ്ണൻകുട്ടിയുടെ കാലിൽ മറ്റേ കറുപ്പ് സ്വസ്ഥ തൈലുണ്ടല്ലോ, അത് കുറച്ച് നേരമൊക്കെ ഒന്ന് തേച്ച് അവിടെ എടുത്തോട്ടെ. ചേട്ടനും എടുത്ത് മാറി മുണ്ടൊക്കെ എന്നിട്ട് അവിടെ കൊണ്ടിട്ടേക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ എടുത്ത് എൻ്റെ ബോഡിയൊന്നും പെയിൻ ആവണ്ടെന്ന് വെച്ചിട്ട് ബെഡിൽ തന്നെ എടുത്തിട്ട് കാലിലും കയ്യിലും മാത്രം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ മുണ്ടമ്മേലും ആവുള്ളൂ തൈലം. ചെറുതായിട്ടും ചൂടാക്കിയിട്ട് അപ്പോൾ ഒരു അരമണിക്കൂർ അത് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ച് അത് ഇട്ട് എടുത്തിട്ടൊക്കെയാണ് ഞാൻ അവനെ കുളിപ്പിച്ചത് കേട്ടോ. ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചൊക്കെ എടുത്തു. എന്നിട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് പോകാനിട്ടോ കല്യാണിക്കുട്ടീനെ കൊണ്ടുവരേ നടക്കമ്മേ സമയമായി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഭയങ്കര സ്റ്റൈലിലൊക്കെ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗമയിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് കൈയുള്ള ബനിയനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആൾ നല്ല ചുള്ളനൊക്കെ ആയിട്ടാണ് പോകുന്നത്. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:30 എല്ലാവരും കുളിയൊക്കെ കഴിയും. അങ്ങനെ ഞങ്ങൾ ഫുൾ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല, എൻ്റേതായിട്ടുള്ള പണികൾ നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങിയല്ലോ അയ്യപ്പൻകാവിൽ. ഇന്നിപ്പോൾ കൊടിയേറാണ് കേട്ടോ, 6-ാം തീയതി കൊടിയേറാണ്. അപ്പോൾ അവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണനത് കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം അങ്ങനെ നിന്നു കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്ക്, ഇന്നിവിടെ അമ്പലത്തിൽ കണ്ണൻ്റെ പാട്ടുണ്ടായിരിക്കുന്നതാണ്. പടിയേ ആ പടിയേ ആ ഈ പാടറ സ്റ്റേജ് നോക്കി കിടന്നാൽ പോരെ, പാട്ട് പാടണം. പടിയൊരു പാട്ട് പടിയേ.